മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ്സ് അമ്പി പരാജയമായിരുന്നുവെന്ന് CPI ജില്ലാ സമ്മേളനത്തിൽ രൂക്ഷ വിമർശനം. കോടികൾ ചെലവഴിച്ച് നടത്തിയ ഈ പരിപാടി വെറും ഒരു ഷോ മാത്രമായിരുന്നുവെന്നും സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല എന്നും പ്രതിനിധികൾ കുറ്റപ്പെടുത്തി. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയെ വിമർശിച്ചത്. മുഖ്യമന്ത്രി ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്നും മറ്റു മന്ത്രിമാരെ പരിഗണിക്കുന്നില്ലെന്നും വിമർശനമുയർന്നു. നവകേരള സദസ്സ് ആരെങ്കിലും പ്രയോജനപ്പെടുത്തിയോ എന്ന് ആലോചിക്കണമെന്നും പ്രതിനിധികൾ അഭിപ്രായപ്പെട്ടു. CPI കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ പരാജയമാണെന്ന് സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. ഇതിന് പ്രധാന കാരണം ധനവകുപ്പ് ആവശ്യമായ പണം നൽകാതെ ഈ വകുപ്പുകളെ ഞെരുക്കുകയാണെന്നാണ് പ്രതിനിധികൾ ആരോപിച്ചത്. കൃഷി, സപ്ലൈകോ തുടങ്ങിയ വകുപ്പുകൾക്ക് ആവശ്യമായ ഫണ്ട് ലഭിക്കുന്നില്ലെന്നും ഇത് വകുപ്പുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസിനെതിരായ വിമർശനങ്ങളും സമ്മേളനത്തിൽ ഉയർന്നു. എന്നാൽ CPIയേക്കാൾ വലിയ പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മണ്ടന്മാർ പോലും വിശ്വസിക്കില്ലെന്നും അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ ചർച്ച വേണ്ടെന്നും സംസ്ഥാന പ്രതിനിധിയായ PP സുനീർ നിർദ്ദേശിച്ചു. ഇത് സമ്മേളനത്തിൽ ചിരി പടർത്തി. ജില്ലാ സമ്മേളനത്തിലെ ചർച്ചകൾ ചോർത്തി നൽകിയ സംഭവം വിമർശനങ്ങൾക്ക് വഴി തെളിയിച്ചു. മുൻ AIYF നേതാവും നിലവിൽ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ഭാരവാഹിയുമായ റെനീഷ് കാര്യമറ്റത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദമായത്. സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾ വള്ളിപ്പുള്ളി വിടാതെയാണ് റെനീഷിന്റെ പോസ്റ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. റെനീഷിന് വിവരങ്ങൾ ചോർത്തി നൽകിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. ഈ പോസ്റ്റിൽ ജില്ലാ സെക്രട്ടറിയെ പരോക്ഷമായി വിമർശിക്കുന്ന പരാമർശങ്ങളും ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിനെതിരായ വിമർശനം സംഘടനാ റിപ്പോർട്ടിൽ ഇടം പിടിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഈ പോസ്റ്റ്.